ടാസ്ക് പുനരാരംഭിച്ചു. നമ്മുടെ അൻഫിബ ഔട്ടായി. അൻഫിബ ഔട്ടായെന്ന് പറഞ്ഞാൽ അൻഫിബയ്ക്ക് ഒന്നും ഓടാൻ വയ്യ. അൻഫിബയ്ക്കും ജാസ്മിനും ഒന്നും ഓടാൻ വയ്യ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗബ്രി ടീമിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓടാൻ ജിൻഡോയ്ക്കായാലും ജാസ്മിനായാലും ഗബ്രിക്കായാലും അല്ല അൻഫിബയ്ക്കായാലും അത്ര ഇതില്ല. ഗബ്രി നന്നായി ഓടുമെന്ന് തന്നെ നമുക്കറിയാം. പിന്നെ ഗബ്രിയുടെ ചില ഇത് കണ്ടില്ലേ, ഗബ്രി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ പാവം പിടിച്ച മനുഷ്യനെ ജിൻഡോയെ മാന്തി കടിച്ചു എന്നൊക്കെ അവരുടെ ശരീരത്തിൽ മൊത്തം പരിക്കാം. എന്നിട്ടും പറയുന്നത് അദ്ദേഹം എന്നെ പിടിച്ചപ്പെടുത്തതിന് എനിക്ക് ശ്വാസം മുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ സത്യം പറഞ്ഞ ഗബ്രിയെ പുറത്താക്കേണ്ട ഒരു ഗെയിമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗെയിം ഗബ്രി തന്നെ ജയിക്കും. ഗബ്രിയുടെ ടീം തന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ടാസ്ക് തന്നെയാണ്. കാര്യം ജിൻഡോ ആകെപ്പാടെ അവശനാണ്. ജിൻഡോയ്ക്ക് ശരീരം ആസകലം പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാസ്മിനും വയ്യ. അത് ഒരവസ്ഥയിൽ തന്നെയാണ്. ഗബ്രി ഒരു ഫൈറ്റിൻ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് പലരും ജിൻഡോയുടെ കാല് പെടലിക്കായിരുന്നു എന്ന് പറയുന്ന അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും ജിൻഡോയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും ബിഗ് ബോസ് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഈ പരിക്കുപറ്റ മനുഷ്യനെ കൊണ്ട് വീണ്ടും കളിപ്പിക്കുകയാണ്. ഈ പ്രശ്നം ഇരുന്നപ്പോഴും അത് ഗബ്രിയുടെ മേത്തായിരുന്നു ആ കോയിൻ ഇരുന്നത്. ആ കോയിൻ ഇരുന്നിട്ടും ഒരു ഗബ്രി ഔട്ടായിട്ട് പറയുന്നില്ല. ഗെയിം വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു ചെയ്തത്. എങ്ങനെ വരും എന്ന് നോക്കാം. ഏതായാലും ഗബ്രിയുടെ ടീമിന് വേണ്ടി ജയിക്കാനാണ് 100% സാധ്യത. കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ഗെയിമോ തന്നെ.